ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൊൻകുന്നത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ട്രാഫിക് പരിഷ്കാരം. KVMS ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റും. അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. സീബ്ര ക്രോസിംഗിൽ സിഗ്നലുകൾ സ്ഥാപിക്കും. നിയുക്ത ചവറ MLA ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. UDFന്റെ വിജയത്തിന്റെ പകിട്ട് കുറയ്ക്കുന്ന വിധം പ്രവർത്തകരുടെ ആവേശം തെരുവിലെത്തരുതെന്ന് അഭിപ്രായം. പുതുപ്പള്ളിയിൽ CPMന്റെ ഫ്ലെക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസുകാർ നശിപ്പിച്ചതായി പരാതി. പ്രതിഷേധം. ചിറക്കടവ് പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങി. യജ്ഞം 2 ദിവസം. റോഡരികിൽ നിന്നും മാറ്റിയത് ടൺ കണക്കിന് മാലിന്യം. വാർത്തകൾ വിശദമായി. പൊൻകുന്നം ടൗണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുന്നു. ടൗണിലെ അനധികൃത പാർക്കിംഗ് സ്ഥലം പരിശോധനയ്ക്ക് ശേഷം ഒഴിവാക്കും. കൂടാതെ KVMS ജംഗ്ഷനിൽ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ വുഡ് പാലസിന് സമീപവും കോട്ടയം ഭാഗത്തേക്കുള്ള ബസ്സുകൾ ധനലക്ഷ്മി ബാങ്കിന്റെ മുന്നിലേക്കും മാറ്റി നിർത്തുന്നതിനും പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പൊൻകുന്നം ടൗണും ഗതാഗത കുരുക്കിൽ വലയുകയാണിപ്പോൾ. പല ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടാവും. റോഡിന്റെ വശങ്ങളിലെ അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗത കുരുക്കിന് അധികവും കാരണമായിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വരികയാണ്. ഇതിനായി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലും പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലും അധികൃതരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പൊൻകുന്നം ടൗണിലെ അനധികൃത പാർക്കിംഗ് സ്ഥലപരിശോധനയ്ക്ക് ശേഷം നിർദ്ദേശം നൽകി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. KVMS ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ കിഴക്ക് ഭാഗത്തേക്കുള്ള വണ്ടികൾ വുഡ് പാലസിന് മുൻപിലേക്കും പൊൻകുന്നം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ധനലക്ഷ്മി ബാങ്കിന് മുൻപിലേക്കും മണിമല വഴി പോകുന്ന വാഹനങ്ങൾ മുസ്ലിം പള്ളിക്ക് എതിർവശത്തേക്കും മാറ്റി നിർത്തുന്നതിനും തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ ബസ് ബേയിൽ 5 മിനിറ്റിലധികം ബസ്സുകൾ നിർത്തിയിടാൻ അനുവദിക്കില്ല. കൂടാതെ പാലാവഴിക്കുള്ള ബസ്സുകൾ ട്രാഫിക് സിഗ്നലിന് 50 മീറ്റർ അകലെ നിർത്തണം. സീബ്ര ക്രോസിംഗ് സ്ഥലത്ത് സിഗ്നൽ സ്ഥാപിക്കാനും ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള സാധ്യത പഠിക്കാനും തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഹോം ഗാർഡിനെ മാറ്റി പോലീസിന്റെ സേവനം ഉറപ്പാക്കും. പൊൻകുന്നം ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓട മാറ്റി സ്ഥാപിക്കുന്നതിനും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വണ്ടി കയറാൻ കഴിയുന്ന രീതിയിൽ ചെരിച്ച് ഈ പ്രദേശം കോൺക്രീറ്റ് ചെയ്യുന്നതിനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിയുക്ത ചവറ MLAയും RSP നേതാവുമായ ഷിബു ബേബി ജോൺ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. കബറിടത്തിൽ പൂക്കളർപ്പിച്ചു. നിരവധി പ്രവർത്തകർ ഷിബു ബേബി ജോണിനെ കാണാനെത്തി. UDFന് ലഭിച്ച തിളക്കമാർന്ന വിജയത്തിന്റെ പകിട്ട് നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തകരുടെ അമിതാവേശം തെരുവിലേക്ക് എത്തരുതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. ഇത്ര തിളക്കമാർന്ന വിജയം UDFന് ലഭിച്ച് തൊട്ടു പിന്നാലെ അതിന്റെ പകിട്ട് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്തോ ചെയ്യിപ്പിച്ചാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രവർത്തകർ അമിത ആവേശം കൊണ്ട് ഇതുണ്ടായത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾ ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചാണ്. ഞങ്ങൾ ഇന്നും നിൽക്കുന്നു. പുതുപ്പള്ളിയിൽ CPMന്റെ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചതിൽ പ്രതിഷേധം. CPM പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ മറവിൽ പുതുപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസുകാർ CPIMന്റെ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചതായി ആക്ഷേപം. നടപടിക്കെതിരെ CPIM പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം CPIM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് P. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നൊരു തെരഞ്ഞെടുപ്പ് വിജയിച്ചു. 10 വർഷം കൂടി അധികാരത്തിൽ വന്നതിന്റെ അഹങ്കാരവും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുന്തളിപ്പും. അതിന്റെ ഭാഗമായി എന്താണ് പുതുപ്പള്ളി കവലയിലും സംസ്ഥാനത്താകവും കാട്ടിക്കൂട്ടുന്നത്? പാലക്കാട് നിങ്ങൾ കാണുകയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ CPMന്റെ ഓഫീസിലേക്ക് കല്ലെറിയുന്നത് നിങ്ങൾ കണ്ടു. അപ്പൊ പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇവിടെ പുതുപ്പള്ളിയിൽ വന്ന് മെയ്ദിനത്തിന്റെ ബോർഡ് തകർക്കുന്നു, പടക്കം പൊട്ടിച്ചെറിയുന്നു, ആക്ഷേപിക്കുന്നു, തുപ്പുന്നു. ഇതൊക്കെയാണോ യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം? ഞങ്ങൾ ഈ പണി ചെയ്യാൻ തീരുമാനിച്ചാൽ യൂത്ത് കോൺഗ്രസ് വീടും കുടുക്കയും എടുത്ത് പഞ്ചായത്ത് വിട്ടുപോകേണ്ടി വരുമെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഏരിയ കമ്മിറ്റി അംഗം സജേഷ് തങ്കപ്പൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി ജോൺ ബേബി, DYFI ബ്ലോക്ക് സെക്രട്ടറി പ്രവീൺ മോഹൻ, മേഖലാ സെക്രട്ടറി സുമിത് എന്നിവർ പങ്കെടുത്തു. സംഘർഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ,
മണർകാട്. ചിറക്കടവ് പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തുന്നത്. ഓടകൾ വൃത്തിയാക്കുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. പഞ്ചായത്തിലെ 15, 16 വാർഡുകളിൽ നടന്ന ശുചീകരണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കൃഷി ഗ്രൂപ്പുകൾ, സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി. പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകിയത്. പഞ്ചായത്തിലെ 15-ാം വാർഡ് കൊട്ടാടിക്കുന്നിൽ നടന്ന ശുചീകരണത്തിന് വാർഡ് മെമ്പർ VG ജയകൃഷ്ണൻ നേതൃത്വം നൽകി. വാർഡിലെ പ്രധാനപ്പെട്ട റോഡിന്റെ വശങ്ങൾ ശുചീകരിച്ചു. നമുക്കറിയാം, മഴക്കാല പൂർവ്വ ശുചീകരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഡെങ്കു പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ വളരെയധികം വ്യാപിക്കുന്ന സന്ദർഭത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം വളരെയധികം കാര്യക്ഷമമായിട്ട് നടക്കേണ്ടതായിട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് കൊട്ടാടിക്കുന്ന് മേഖലയിൽ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തൊഴിലുറപ്പിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ആശാ പ്രവർത്തകർ, സന്നദ്ധ സേനയിലുള്ള പ്രവർത്തകർ, ഇവരെ എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. വാർഡ് തലത്തിലൊരു കമ്മിറ്റി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരം ഒരു പ്രവർത്തനത്തിലോട്ട് കടന്നിരിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന രീതിയിലാണ് ഇന്നിവിടെ ചിറക്കടവ് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ വാർഡിലെ പ്രധാനപ്പെട്ട മെയിൻ റോഡ് സൈഡുകളെല്ലാം തെളിച്ചുകൊണ്ട് മഴക്കാലത്ത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി ഒഴിവാക്കിക്കൊണ്ട് വെള്ളം സുഗമമായിട്ട് കടന്നു പോകാനും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് ജന്യ രോഗങ്ങൾ പടരാതിരിക്കാൻ, കൊതുക് മുട്ടയിടാതിരിക്കാനുള്ള പ്രാരംഭ നടപടികളാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്നത്. 16-ാം വാർഡിലെ അരീക്കുന്നിൽ പടിയിലാണ് ശുചീകരണം തുടങ്ങിയത്. 2 ദിവസങ്ങളിലായാണ് ശുചീകരണം നടത്തുന്നതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ മാലിന്യം തള്ളുന്ന പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പർ സേതു മാന്താടൻ പറഞ്ഞു. 9:30 മണിക്ക് തുടങ്ങി ഈ നേരം കൊണ്ട് നമ്മൾ ഏതാണ്ട് ഒരു 2-3 ടണ്ണോളം പ്ലാസ്റ്റിക്കും ഈ മറ്റ് വേസ്റ്റുകളും വീടുകളിലെ വലിച്ചെറിയുന്ന ഇതുകളൊക്കെ ഈ തുറസായ സ്ഥലമായതുകൊണ്ട് ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു. നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഹരിതകർമ്മ സേനകളും പൊതുപ്രവർത്തകരും മറ്റ് ഗ്രൂപ്പുകളൊക്കെ നല്ല സഹകരണത്തോടെ നമ്മളിത് മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു അറുതി വരുത്തുക എന്നുള്ള ചെറുക്കൻ പഞ്ചായത്തിലെ മാലിന്യത്തിന് അറുതി വരുത്തുന്ന ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ പൊതുജനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കൊരു അറിവ് കിട്ടത്തക്ക രീതിയിൽ ഒരു ക്ലാസ് ഈ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഒരു ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഇതിനൊരു താൽക്കാലിക വിരാമം ഉണ്ടാകാം എന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എന്തിനെ പറ്റി അറിയുന്നതിനും ഗൂഗിളിനെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് മുൻ മന്ത്രി VN വാസവൻ. കോട്ടയത്ത് KPSH സംസ്ഥാന സമ്മേളനത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ 68-ാം സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് സമാപിച്ചു. സമാപന ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വായനയുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം എത്ര ഉയരത്തിൽ എത്തുമായിരുന്നുവെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. എല്ലാത്തിനും ഗൂഗിളിനെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം കുട്ടികൾക്ക് പ്രാഥമികമായി ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്റെ അഭിപ്രായം വായനയാണ്. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഗുണമെന്താ? ആ വായന ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെക്കാൾ എത്രയോ ഉയർന്ന രൂപത്തേക്ക് പോകും. എല്ലാവരും ഇപ്പോൾ കയ്യിലെ മൊബൈലില്ലേ, എല്ലാവരും നെറ്റിലില്ലേ, ഗൂഗിളിനെ ആശ്രയിക്കില്ലേ. ഏത് കാര്യത്തിനും വേണ്ടി ഗൂഗിൾ കാര്യങ്ങൾ തന്നോളൂ. യഥാർത്ഥത്തിൽ വായനയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു വലിയ വിജ്ഞാനം, ഒരു സ്വയം വിദ്യാഭ്യാസം ആർജിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം വായനയാണ്. ആ വായന ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ സാറിന്റെ നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ കിട്ടുമ്പോൾ കിട്ടുന്ന വൈജ്ഞാനിക മേഖലയിലെ ഉള്ളടക്കങ്ങൾ സ്വായത്തമാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ദിശ തെറ്റാതെ സമ്പന്നമായ ഒരു സംസ്കാരത്തെ പരുവപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും. KPSH സംസ്ഥാന പ്രസിഡന്റ് VM റെജിമോൻ അധ്യക്ഷനായി. MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. KPSH ന്യൂസ് ചീഫ് എഡിറ്റർ ജോബറ്റ് തോമസ്, പ്രൊഫസർ ഗിരീഷ് കുമാർ GS, ജോൺ വർഗീസ്, മാത്യു MC തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം വനിതാ സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ
മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാണിജ്യ സിലിണ്ടറുകളുടെ അടിക്കടിയുള്ള വിലവർദ്ധനവ് മൂലം കാറ്ററിംഗ് മേഖല വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. സാധാരണക്കാരായ തൊഴിലാളികളെയും സംരംഭകരെയും ബാധിക്കുന്ന ഈ നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് വെച്ച് മുദ്രാവാക്യ വിളികളുമായി ഗാന്ധി സ്ക്വയർ ചുറ്റി പ്രതിഷേധ പ്രകടനമായിട്ടാണ് പ്രവർത്തകർ ഹെഡ് ഓഫീസിന് മുന്നിലെത്തിയത്. പ്രതിഷേധ സമരം കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ MD സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാറ്ററിംഗ് മേഖല ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് പാചകവാതക സിലിണ്ടറിനും ഇന്ധനത്തിനും വില കുത്തനെ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഈ മേഖലയെ തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി ഈ മേഖല മാറുകയാണ്. ആ മാറുമ്പോഴാണ് ഇടുത്തി പോലെ നമ്മളുടെ ഗ്യാസിന് വില കൂട്ടി ഈ രംഗം നിശ്ചലാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഇവിടെ എനിക്കറിയാവുന്ന ആളുകളടക്കം ഹോട്ടലുകളടക്കം നടത്തുന്നവർ അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരടക്കമുള്ളവർക്ക് ഗ്യാസിന് വില വർദ്ധിച്ചപ്പോൾ, പെട്രോളിയത്തിന്റെ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നപ്പോൾ ഗ്യാസ് കിട്ടാക്കനിയായി മാറുന്നു. അതോടൊപ്പം ഗവൺമെന്റ് വലിയ നിയന്ത്രണം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുക. ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് അത് നമുക്ക് വാസഗ്രഹങ്ങൾക്ക് പോലും ബുക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ട് പോവുകയാണ്. AKCA ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന രക്ഷാധികാരി പ്രിൻസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ബിജു തോമസ്, KHRA സംസ്ഥാന സെക്രട്ടറി പ്രതീഷ്, AKCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് മാധവശ്ശേരി, ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റോയ് പാല, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് AKN പണിക്കർ, മുനിസിപ്പൽ കൗൺസിലർ TC റോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായുടെ വികസന രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഭരണമാറ്റം വഴിതെളിക്കുമെന്ന് പ്രതീക്ഷ. ഏറെക്കാലത്തിന് ശേഷം പാലായിലെ MLAയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ MPയും പാലാ നഗരസഭാ ഭരണ നേതൃത്വവും UDFന്റെ കീഴിലായപ്പോൾ മുടങ്ങിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും വികസന രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഭരണമാറ്റം വഴിതെളിക്കുമെന്ന പ്രതീക്ഷ ഉയരുന്നു. ഏറെക്കാലത്തിന് ശേഷം പാലായിലെ MLAയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ MPയും പാലാ നഗരസഭാ ഭരണ നേതൃത്വവും UDFന്റെ കീഴിലായപ്പോൾ മുടങ്ങിയ വിവിധ വികസന പദ്ധതികൾ വീണ്ടും സജീവമാകുമെന്ന പ്രതീക്ഷ ഉയരുന്നുണ്ട്. ഭരണതലത്തിൽ ഏകോപനമില്ലാതെ പോയത് പല പദ്ധതികളും തടസ്സപ്പെടുവാൻ കാരണമായിരുന്നു. വികസനത്തിൽ പാലായെ മുൻനിരയിലെത്തിക്കുമെന്നും 2000 കോടിയുടെ വികസനം നടപ്പാക്കുമെന്നുള്ള MLAയുടെ പ്രഖ്യാപനം പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാണുന്നത്. അർണാപുരം ചകട, കള്ളിയാമാകൽ പാലം തുടങ്ങി റോഡ് നവീകരണം, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പ്രധാന പദ്ധതികൾ അനിശ്ചിതാവസ്ഥയിൽ തുടരുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പിൻബലത്തോടെ ഈ പദ്ധതികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. MLA ഈ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലായിലെ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണ ജോലികൾ വേഗത്തിൽ തീർക്കണമെന്ന ആവശ്യം ശക്തം. പണികൾ നടത്തുന്നതിനായി റബ്ബറൈസ്ഡ് ടാറിംഗ് സാമഗ്രികളും കെമിക്കലുമെല്ലാം സ്റ്റേഡിയത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇവ മഴയിൽ നശിച്ചു പോകുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്ക്. പാലാ നഗരസഭ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യമായിരുന്നു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന സിന്തറ്റിക് പ്രതലം പൊളിച്ചുമാറ്റി ടാറിംഗ് നടത്തി. 3 ലെയർ ടാറിംഗിന് മുകളിലാണ് പുതിയ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കുന്നത്. നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ സ്റ്റേഡിയത്തിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ മഴ നനഞ്ഞ സാധനങ്ങൾക്ക് കേടുവരാൻ സാധ്യതയുണ്ടാകുമെന്ന പരാതി ഉയരുന്നു. മഴയ്ക്ക് മുമ്പേ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കായികപ്രേമികളുടെ ആവശ്യം. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് സൂചിപ്പിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഒപ്പിട്ട കത്ത് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. എത്രയും വേഗം നടപടികൾ ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മൂലം സ്റ്റേഡിയത്തിൽ ഇക്കാലത്ത് പരിശീലനങ്ങൾ നടത്താൻ കുട്ടികൾക്ക് സാധിച്ചിരുന്നില്ല. നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും 1 മാസം കൂടി വേണ്ടിവരും. മഴക്കാലത്ത് ട്രാക്കിന്റെ പണികൾ ചെയ്താൽ സിന്തറ്റിക് പെട്ടെന്ന് ഇളകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കായിക താരങ്ങളും കായിക പ്രേമികളും വാക്കേഴ്സ് ക്ലബ്ബ്, ഫുട്ബോൾ ക്ലബ്ബ് അംഗങ്ങളുമെല്ലാം പുനർനിർമ്മാണം എത്രയും വേഗം പൂർത്തിയാകുന്നത് കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ട്രാഫിക് പരിഷ്കാരം. KVMS ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റും. അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. സീബ്ര ക്രോസിംഗിൽ സിഗ്നലുകൾ സ്ഥാപിക്കും. നിയുക്ത ചവറ MLA ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. UDFന്റെ വിജയത്തിന്റെ പകിട്ട് കുറയ്ക്കുന്ന വിധം പ്രവർത്തകരുടെ ആവേശം തെരുവിലെത്തരുതെന്ന് അഭിപ്രായം. പുതുപ്പള്ളിയിൽ CPMന്റെ ഫ്ലെക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസുകാർ നശിപ്പിച്ചതായി പരാതി. പ്രതിഷേധം. ചിറക്കടവ് പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങി. യജ്ഞം 2 ദിവസം. റോഡരികിൽ നിന്നും മാറ്റിയത് ടൺ കണക്കിന് മാലിന്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.